ഓപ്ഷൻ വരുന്നത് 1,56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയാണ്. നമുക്ക് ഓഫർ റേറ്റിൽ 7,60,000 കൊടുക്കാം. ഓഫർ വിലയിൽ 7,60,000 കൊടുക്കാം. 4,10,000 കേട്ടോ. 4,10,000 2 ലക്ഷം വരെ ലോണ് കയറും. ഏകദേശം ഒരു 2 രൂപ വരും അല്ലേ? എത്ര വണ്ടികളാണ് ചോദിക്കുന്നത്? നമ്മൾ ഓഫർ റേറ്റിൽ 15 രൂപയാണ് ചോദിക്കണേ. 15 രൂപ ലോണും കൊടുക്കാം. ഓഫർ വിലയില് ഇതിന് 15 ചോദിക്കണ്ട്. ആ 15 ലക്ഷം ലോണും കയറും കൊടുക്കാം. അപ്പൊ ഉറപ്പ് മുടക്കണ്ട. 1,90,000 കൊടുക്കാം. 1,90,000 8 മോള് ഫുൾ പേപ്പർ 5 വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലോ. 1 ലക്ഷം ഫിനാൻസ് കൊടുക്കാം. ഇതിനോട് ആസ്ക് ചെയ്യണത് 1,60,000 കേട്ടോ. 1,60,000 അല്ലേ? ഇത് 1 ലക്ഷം ലോണും കൊടുക്കാം നമുക്ക്. മാക്സിമം കയറും. അതെ. 1,60,000 എന്തായാലും 1 ലക്ഷം ലോണ് കയറും. അലവിലെല്ലാം അടിപൊളി ചെയ്താണല്ലേ? അടിപൊളി അലവില് ആൻഡ്രോയിഡ് സെറ്റ്, റിവേഴ്സ് ക്യാമറ, സെൻട്രൽ ലോക്ക്, റിമോട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ചെയ്തോണ്ട് ഫുൾ സെറ്റ് വണ്ടിയില്ല. അതും സെഡാ വണ്ടി ആണ്. പക്ക കൂളിങ്ങോ. അപ്പൊ നമ്മളങ്ങനെ ഏകദേശം 2 ആഴ്ചന് ശേഷം വീണ്ടും കൊണ്ടോട്ടി തറയിട്ടാലുള്ള കേസ് കാർസിലാണ് വീണ്ടും എത്തിക്കുന്നത്. സെലിം ഖാൻ യാർഡിലാണ് കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയിക്കണോ. വണ്ടികൾ സ്റ്റാർട്ടിങ് ഏകദേശം ഒരു 10,60,000 മുതൽ അൾട്ടോള സ്റ്റാർട്ടിങ് ആണ്. ഒമ്നികൾ 80,000 90,000. അതേമാതിരി ടാറ്റ സുമ നോക്കി സുമാഗ്രാൻഡ് ഒക്കെ ചെറിയ പൈസ 1.5 ലക്ഷം രൂപയ്ക്ക് XUV 7 സീറ്റ് സുമാഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ഏകദേശം 10, 20, 25 വണ്ടികൾ ഉൾപ്പെടുന്ന 3 പാർട്ട് വീഡിയോ ഉണ്ട്. നമ്മളെ കോൾ മുസഫിറാണ് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. മുസഫിറോ ഷറാണല്ലേ? കഴിഞ്ഞ വീഡിയോ ഒക്കെ ഉഷാറായിരുന്നു. കുറെ വണ്ടി പോയോ? വണ്ടി പോയോ? പോയിക്കൊണ്ടല്ലേ? ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാൽ കേട്ടോ. പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കുമ്മിണിപ്പറമ്പിലാണ് അല്ലേ? നമ്മുടെ വാട്സപ്പിലേക്ക് ജസ്റ്റ് ഹായിട്ട് ലിങ്ക് കിട്ടും. കാറ്റലോഗും ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്. രണ്ടുണ്ട്. ഇവിടുത്തെ എല്ലാ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ? ഫുൾ ഫോട്ടോ, ലോണ്, കാര്യങ്ങൾ, കിലോമീറ്റർ എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങള് നേരെ കയറിയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഹായ് അയച്ചാൽ മതി. നിങ്ങൾക്ക് റിട്ടേൺ 2 ലിങ്ക് വരും. ഫസ്റ്റത്തെ ലിങ്കിൽ നമ്മളെ കാറ്റലോഗും, സെക്കൻഡ് ലിങ്കിൽ നമ്മളെ ലൊക്കേഷനും കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. അതേമാതിരി എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് ഇവിടെ? വണ്ടി ഇപ്പൊ 40-45 വണ്ടികൾക്ക് സ്റ്റാർട്ടിങ്. 45 മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 60,000 രൂപ അൾട്ടോ, ബെൻസ് കാര്യങ്ങൾ അങ്ങനത്തെ. ബെൻസ് ഒക്കെ 4 ലക്ഷം രൂപ. ഐറ്റംസ് അങ്ങനെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? മാക്സിമം ലോൺ ഈ ചെറിയ XUV നല്ല വില കുറവിൽ കൊടുക്കാണല്ലോ. ഫുൾ ലോൺ ഒരുപാട് വണ്ടികൾ ഉണ്ടല്ലേ? എന്തായാലും 3 പാർട്ട് ചെയ്യാണ്ടാവുമല്ലോ. ഇന്ത്യക്ക് ഐറ്റംസ് അങ്ങനത്തെ കുറെ വണ്ടികൾ. 60 രൂപ 70 രൂപ കൊടുക്കും. ഒമ്നികൾ 80 രൂപ 80 രൂപ 90 രൂപ ഒമ്നി. തവേര 2 ലക്ഷം. നാനോ കൊടുക്കും. AC ഒക്കെ വർക്കിംഗ് ഉള്ള വണ്ടിയില്ലേ? ഒക്കെ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണി മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. മുസഫിർ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന നല്ല അടിപൊളി റെഡ് കളർ ഇന്നോവ അല്ലേ? 2008 മോഡലാണ്. 2008 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വി ആണ്. ഏറ്റവും ഫുൾ ലോഡ് അന്നത്തെ ഫുൾ ലോഡ് അല്ലേ? വി ആണ് ഓപ്ഷൻ വരുന്നത്. 2028 പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ. ഓക്കെ. നമ്പർ ആയതാണ് കേട്ടോ. നമ്പർ ആയ വണ്ടിയാണ് അല്ലേ? കിലോമീറ്റർ ഓടിക്കണെന്നാല്? കിലോമീറ്റർ 1.21 ഓടിയിട്ടുണ്ട്. 1.21. ഓണർഷിപ്പിന്റെ കാര്യം? 3ാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. തട്ടുമുട്ട റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാറല്ലേ? അലവില് ABS, എയർ ബാഗ് ഒക്കെ വരും കേട്ടോ. എല്ലാം വരുന്നുണ്ടല്ലേ? 8 സീറ്റ് ഇന്നോവയാണല്ലേ? അതെ. വേറെ പണി കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല കണ്ടീഷൻ ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെയ്യണ്ടോ? ഒന്നുമില്ലേ? ഒരു പരിപാടി ഇല്ലല്ലേ? 2.5 വരെ ലോണും കൊടുക്കാം. 2 ലക്ഷം വരെ ലോണ് കയറും. എത്ര ചോദിക്കണമെന്നല്ലേ? 4,10,000 കേട്ടോ. 4,10,000 2 ലക്ഷം വരെ ലോണ് കയറും. ഏകദേശം ഒരു 2 രൂപ വേണ്ടി വരും അല്ലേ? 2 1.25 ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നോവ 7 സീറ്റ് 8 സീറ്റ് വണ്ടി ഇറക്കാം അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ. ഓക്കെ. എന്നാലും ഒരു 12 ലെവലിൽ മൈലേജ് കിട്ടുള്ളൂ. 11 മൈലേജ് കിട്ടും. എന്തായാലും കുട്ടി ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ. അതേമാതിരി വീണ്ടും ഒരു ഇന്നോവ അല്ലേ? 2012 മോഡലാണ്. 12 മോഡലുള്ള വണ്ടി അല്ലേ? ഇത് ഓപ്ഷൻ G4 ആണ്. G4 ആണെങ്കിൽ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് കിലോമീറ്റർ 1,10,000 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലവിലുള്ളത് അല്ലേ? റീപ്ലേസ് റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ട് കേട്ടോ. മെയിൻ ക്ലാസ് മാറി ക്ലാസ് മാത്രം. റീവണ്ടി ഒക്കെ അല്ലേ? അറിയാം. വേറെ മേജർ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ? 6,90,000. 6,90,000 എന്തായാലും കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ? ആദ്യം മാറ്റണ്ടോ? ലോണ് കാര്യങ്ങളൊക്കെ? ലോൺ 5 lakh കൊടുക്കാം കേട്ടോ. 5 lakh ലോണ് കയറും. ലോൺ കൊടുക്കും. എന്തായാലും 1.5 ലക്ഷം ലെവലുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? അതെ. വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ക്വാളിറ്റി വണ്ടിയാണല്ലോ അല്ലേ? മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? 7 സീറ്റ് വണ്ടി അല്ലേ? 12 ലെവൽ തന്നെയാണ് എന്തായാലും മൈലേജ്. വണ്ടി ഇന്നോവ ക്രിസ്റ്റല്ലേ? ഇന്നോവ കഴിഞ്ഞ പിന്നെ ക്രിസ്റ്റ ആണല്ലേ? ഇത് 2017 മോഡൽ G4. 17 മോഡൽ G4 ആണ് അല്ലേ? സിംഗിൾ ഓണർ ആണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. പിന്നെ 2 ലക്ഷം ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഫുള്ള് പക്ക ഹിസ്റ്ററുള്ള വണ്ടിയാണ്.
2 ലക്ഷം കറക്റ്റ് ഇഷ്ടമുള്ളതാണല്ലോ പക്ക ക്ലിയറിലാണ്. ഇതുമ്പോ റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും കയറിയില്ല, ഒരു പരിപാടി ഇല്ല, ഒന്നും കയറിയിട്ടില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എത്ര വണ്ടികളാണ് ചോദിക്കണതാലേ? ഇത് നമ്മൾ ഓഫർ റേറ്റില് 15 റുപ്യാണ് ചോദിക്കണേ, 15 റുപ്യ ലോണും കൊടുക്കാം. ഓഫർ റേറ്റില് ഇതിന് 15 ചോദിക്കണ്ട്, ആ 15 ലക്ഷം ലോണും കയറും കൊടുക്കട്ടോ. അപ്പൊ ഉറപ്പ് മുടക്കണ്ട, കൊടുക്കാം. ഫുൾ ലോണിലാണ് നമുക്ക് വേണമെങ്കിൽ ടാക്സി വേണമെങ്കിൽ ടാക്സി കൊടുക്കാം, പ്രൈവറ്റിലാണെങ്കിൽ പ്രൈവറ്റേക്കും കൊടുക്കാം. എങ്ങനെ കൊടുക്കും? ടാക്സിയിലും പ്രൈവറ്റിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം അല്ലേ? ഫുൾ പക്ക ഉണ്ടല്ലേ? ഇത് ഡീസൽ മൈലേജ് എത്ര കിട്ടും? ഇത് 12 കിലോമീറ്റർ ആ ലെവൽ എന്തായാലും ഡീസൽ മൈലേജ് കിട്ടും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. വേറെ പണി കാര്യങ്ങൾ റീപ്ലേസ് ഫുള്ള് മെക്കാനിക് ഉഷാറാണ്, ഫുള്ള് പക്ക ഇഷ്ടമുള്ള വണ്ടി അല്ലേ? അടുത്ത വണ്ടി ക്രെറ്റ അല്ലേ? നല്ല അടിപൊളി എക്സ്യൂവി അല്ലേ? 2018 മോഡല് ഡീസലാണ് കേട്ടോ. 18 മോഡൽ ഡീസലാണ്. ഡോൾട്ടോൺ കളർ ചെയ്തതാ വന്നതാ? ചെയ്താണല്ലേ? ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് 1,56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയാണ്. നമുക്ക് ഓഫർ റേറ്റില് 7,60 കൊടുക്കാം. ഓഫർ വിലയിൽ 7,60,000 ക്രെറ്റ കൊടുക്കാം. ഡോൾട്ടോൺ കളർ ചെയ്ത് നെറുവില് മറ്റേ സാധനമൊക്കെ വെച്ചല്ലേ? 0 ഡൗണിൽ ഇറക്കും ചെയ്യാം കേട്ടോ. ഉറപ്പ് മുടക്കാതെ ക്രെറ്റ ഫുൾ ഓൺ കൊടുക്കാം അല്ലേ? എത്ര വണ്ടികളാണ് ചോദിക്കണമെന്നല്ലേ? 7,60. 7,60 ഫുൾ ഓൺ ആണല്ലേ? ഇത് ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് റേറ്റ് കുറയാൻ കാരണം ചെറിയ ക്ലെയിം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ക്ലെയിം ചെയ്തുകൊണ്ട് എന്താണ് മേജർ ഉണ്ടോ? ഈ ബോണറ്റ് കാര്യങ്ങൾ സൈഡൊക്കെ വർക്ക് എടുത്ത വണ്ടിയാണ്. ബോണറ്റും മെയിൻ ക്ലാസ് ഒക്കെ മാറിയിട്ടുണ്ടാവും അല്ലേ? സൈഡ് വർക്ക് എടുത്തതിന് നല്ല റേറ്റ് മാറ്റുണ്ട്. പകുതി വിലക്ക് നമുക്ക് ഒറ്റ കൊടുക്കാത്ത ഫുൾ ഓണില്ലേ? നേരിട്ട് വന്നാൽ നമുക്ക് ഇരുന്ന് സംസാരിച്ച് കൊടുക്കും ചെയ്യാം. സംസാരിച്ചാലും കുറച്ച് പോകണേ കൊടുക്കും ചെയ്യാം അല്ലേ? ഫുൾ പക്ക വണ്ടി. പക്ക ഫിറ്റ് ആണ്. ഡീസലാണ്. 15 കിലോമീറ്റർ മൈലേജ് 1.4 ആണ്. 1.4 ഫുള്ള് പക്കാണ്. ഓടിക്കുമ്പോ അലൈൻമെന്റ് പ്രശ്നങ്ങൾ ആ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉഷാറാണല്ലേ? ഫുൾ ഓണുള്ള കറക്റ്റാണ് ഈ കിടക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഹോണ്ടന്റെ അമേസ്. ഇത് 2014 മോഡല് സിംഗിൾ ഓണർ. ഫുൾ 10 ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുൾ പക്കാണ്. 10 കറക്റ്റ് പ്രോപ്പർ ഹിസ്റ്ററുള്ള വണ്ടി അല്ലേ? അതെ, സിംഗിൾ ഓണർ ആണ്. 4 പുതിയ ടയർ, അലവില് സെക്കൻഡ് ചാവി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉള്ള വണ്ടി അല്ലേ? നല്ല മൈലേജ് ഉള്ള വണ്ടി അല്ലേ? നല്ല മൈലേജ് 24 മൈലേജ് കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. കിലോമീറ്റർ ഓടിക്കണേ 93 കിലോമീറ്റർ. 93. ഓണർഷിപ്പ് സെക്കൻഡോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഇതിന്റെ അതേ മോഡൽ നമ്മളെടുത്ത് ഇതിനേക്കാൾ കൂടിയ ഓപ്ഷൻ നമുക്ക് 360 കൊടുക്കാൻ പറ്റുന്ന വേറെ വണ്ടി ഉണ്ട് കേട്ടോ. വേറെ വണ്ടി ഉണ്ട്. അത് 360 കൊടുക്കും ചെയ്യാം. ഇതിലേറെ കുറച്ച് കൊടുക്കാം. ഫുൾ കൊടുക്കും ചെയ്യാൻ വേണ്ടി. ഫുൾ ഓണോ? നമുക്ക് 4,20 ആസ്ക് ചെയ്യണത്. നമുക്ക് 360 കൊടുക്കാം. ഇത് 4,20 ചോദിക്കുന്നത്. ഇതിന് കുറച്ച് കൊടുക്കും. മാക്സിമം ലോൺ ഇത് ഫുൾ കുറവോ? ഇതിന് 4 lakh ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. മാക്സിമം 4 lakh വരെ ലോൺ കയറും. ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. മറ്റേത് വണ്ടി 360 വേറെ വണ്ടിയാണ് ഫുൾ കൊടുക്കും ചെയ്യാലല്ലേ? ഓക്കെ, നമ്മൾ പരിചയപ്പെടുമല്ലോ അല്ലേ? ഓക്കെ. പിന്നെ അടുത്ത വണ്ടി പിന്നെ സണ്ണി ആണല്ലേ? സണ്ണി ഇത് 2013 മോഡലാണ്. 13 മോഡൽ സണ്ണി ആണല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. എക്സൽ ഓപ്ഷൻ വരുന്നത്. മൂന്നാമത്തെ ഓണർഷിപ്പ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആയിട്ട് ബോണറ്റ് അപ്രോണ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നങ്ങളില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ. കിലോമീറ്റർ ഓടിക്കണ്ടേ? കിലോമീറ്റർ 1,22,000 കിലോമീറ്റർ. ഹിസ്റ്റർ ഉണ്ട് അതിന്? നമ്മൾ എടുത്തിട്ടില്ല. നമ്പർ ചെക്ക് ചെയ്യാം. ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി എടുക്കാറല്ലേ? ഇതിന് വേറെ പണി കാര്യങ്ങൾ എന്തെയുണ്ടോ? ഇല്ല, നിലവിലൊന്നുമില്ല കേട്ടോ. കണ്ടീഷൻ വണ്ടിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? ബാക്കില് ഇരിക്കണൊക്കെ ലെഗ് പൈസ എല്ലാം ഉണ്ടാവും അല്ലേ? എത്ര വൈകണേ? നമ്മൾ ചോദിക്കുന്നത് 2,90,000. എന്തായാലും കുറച്ച് കൊടുക്കും. 2-2.25 ലോൺ കൊടുക്കാം. മാക്സിമം കയറും. ഒരു 50,000 മുടക്കല അടിപൊളി മൈലേജ് ഉള്ള സഡാൻ വണ്ടി ഉണ്ടാകും അല്ലേ? ഓക്കെ. ഡീസൽ എത്ര മൈലേജ് കിട്ടും? 22 മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും ചെയ്യും. ഓക്കെ. അതേമാതിരി തന്നെ ഒരു SS4 ഉണ്ടല്ലോ മാരുതിന്റെ സഡാൻ വണ്ടി. 2012 മോഡൽ VDI. 12 മോഡൽ VDI ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വണ്ടി അല്ലേ? മെക്കാനിക്കലായിട്ട് പക്ക ഫിറ്റ് ആണ് വണ്ടി. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1,12,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. നിലവിലുള്ള അല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും കയറില്ല കേട്ടോ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. തൊട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചോദിക്കുന്ന വില 2,60,000 ആണ്. 260? 260. എന്തായാലും കുറച്ച് കൊടുക്കും ചെയ്യാലോ അല്ലേ? അതെ. ഇതിന്റെ 2011 നമുക്ക് 210 നമ്മൾ 2 വണ്ടി വേറെ ഉണ്ട് കേട്ടോ. വേറെ ഉണ്ട്, ഉള്ളിലുണ്ട്. നമുക്ക് ഇനി അടുത്ത പാർട്ടിലൊക്കെ പരിചയപ്പെടാണ്ടല്ലോ അല്ലേ? ഇതുപോലെ ലോൺ എത്ര കയറുന്നാല്? ഇതിന് 1.5 രൂപ ലോൺ കൊടുക്കാം. നമുക്ക് 1 ലക്ഷം രൂപ എന്തായാലും ലോൺ കയറും. ലോൺ കൊടുക്കാം. ഒരു 10-50 രൂപയ്ക്ക് ഇറക്കാൻ പറ്റുമോ? നമുക്ക് ഒരു നോക്കാം. ഉറപ്പിന്റെ അടുത്ത് ഏകദേശം നോക്കാം. ഉറപ്പിന്റെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഇറക്കാം അല്ലേ? ഡീസൽ 18 കിലോമീറ്റർ മൈലേജും കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ. അടുത്ത വണ്ടി ടൊയോട്ടന്റെ അൾട്ടീസുകളുടെ 3 ഉണ്ടല്ലേ? 3 വണ്ടി ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതെങ്ങനെ? ഇത് 2008 മോഡല്. പേപ്പർ ഇപ്പൊ എടുത്തിട്ടുള്ളൂ. പുതിയ പേപ്പറാണ്. 8 മോഡൽ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി. റീ നമ്പർ ആയതാണ്. നമ്പർ വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ഉണ്ട് കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണത്. ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഇലക്ട്രിക്കൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്ന വണ്ടിയാണ്.
ഇത് ഹിസ്റ്ററി ഉണ്ടെന്നാല് ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തെടുക്കാം അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1,43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള അല്ലേ? റീപ്ലേസ് ഉണ്ടെന്നാല് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. മാറിക്കണോ? വേറെ ബോണറ്റ് നാച്ചുറായിട്ടൊന്നുമില്ല, ആ പ്രശ്നങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഫുൾ കട്ട നല്ല കരിമ്പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കാനും പക്ക ക്വാളിറ്റിയാണ്. ഫുള്ള് പക്ക വണ്ടി അല്ലേ? അത് ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര വണ്ടിക്കാണ് ചോദിക്കുന്നത്? 2,80,000 ആണ്. അതിൽ നമുക്കൊരു 1.5 ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കി നോക്കാം. ഫുള്ള് കയറോ? 1.5 ലക്ഷം മാക്സിമം ലോൺ കയറും. പിന്നെ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്യാലോ അല്ലേ? എന്തായാലും എത്ര മൈലേജ് ഡീസൽ ആകുമ്പോ? ഇത് പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? 10 കിലോമീറ്റർ നോക്കിയാൽ എന്തായാലും കിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും അൾട്ടീസ്. ഇത് 2010 മോഡല് പെട്രോള്. 10 മോഡൽ. ഇത് പെട്രോള്. ഓ, ഓപ്ഷൻ മൈലേജ് കുറവൊന്നുമില്ല, പക്ഷെ നല്ല പവറുണ്ട്. മെയിൻ്റെനൻസ് തീരെ ഉണ്ടാവില്ല. ഫുൾ ഓപ്ഷനാ. ഇത് ജി ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1,10,000 ഓടിയുണ്ട്. ഓണർഷിപ്പിന് വരെയൊക്കെ ഓണർഷിപ്പ് 4th ഓണർഷിപ്പ് നിലവിലുള്ള അല്ലേ? നല്ല ലെതറിന്റെ അടിപൊളി കവറൊക്കെ ചെയ്തല്ല അടിപൊളി. മെക്കാനിക്കലും പക്ക ക്വാളിറ്റി ആട്ടോ. ഫുൾ പക്ക വൃത്തിലുണ്ട് അല്ലേ? ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? അല്ല, നമ്പറേ വണ്ടി തന്നെയാണ് അല്ലേ? ഇതിനെന്താ റീപ്ലേസ് കാര്യങ്ങൾ എന്ത് ചെയ്യണ്ടോ? ഒന്നുമില്ല, ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? ഇതിനോട് ചോദിക്കുന്നത് 2,90,000. എന്തായാലും കുറച്ച് കൊടുക്കും. 2 ലക്ഷം വരെ ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കയറുമോ? 2 lakh ലോൺ കൊടുക്കാം. എന്തായാലും 150-90 വണ്ടി ഇറക്കാം. ഞങ്ങളെ കുറക്കലും തിരിച്ചിലെ കഴിയുമ്പോ 10 വില കുറച്ച് ഇറക്കാല്ലേ? അതാറുണ്ട്. അതേമാതിരി വീണ്ടും ഒരു അൾട്ടീസ് ഉണ്ടല്ലോ. 2012 ആണ്. 12 മോഡൽ ഡീസൽ കേട്ടോ. ഡീസൽ വണ്ടിയാണ്. 10, 12 3 വണ്ടി ഡീസലാണ്. നമ്പറായ തന്നെയാണ്. നമ്പറ വണ്ടി തന്നെയാണ് അല്ലേ? 64 ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പ് കേട്ടോ. 164 ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉണ്ടെന്നാലും ഇതിന് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്യാം. നമ്പർ ചെക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാലോ? റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ടോ? മെയിൻ ക്ലാസ് മാറിക്കൊണ്ട് വേറെ ബോണറ്റ് ഇടിക്കലോറ് വേറെ ഒന്നുമില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്കാണ് ചോദിക്കണെന്നാല്? ഇതിന് ആസ്കേഡ് 460. 460 എന്തായാലും കുറച്ച് കൊടുക്കും. 3-3.5 ലോൺ കൊടുക്കാം. മാക്സിമം ലോണും കയറും. ലോൺ ചെയ്ത് കൊടുക്കാം. എന്തായാലും ഒരു ഉറുപ്പിന്റെ അടുത്ത് വേണല്ലേ? ഒരു 19 വണ്ടി ഇറക്കാം. ഓക്കെ. ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും? 17 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ അല്ലേ? അടുത്ത വണ്ടി എല്ലാം അടിപൊളി ഈക്കോ 5 സീറ്റ് ഈക്കോണേ? 5 സീറ്റ് AC ഉള്ളത്. ഓക്കെ. ഏത് മോഡലൊക്കെ? 2011 മോഡൽ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി. 11 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. AC വർക്കിംഗ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 120 കേട്ടോ ഓടിയുണ്ട്. ഓണർഷിപ്പിന് പകരം സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? എന്നാ റീപ്ലേസ് അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല, ഒരു പരിപാടി ഇല്ല. റീപ്ലേസ് ഇല്ല. അതൊക്കെ ധൈര്യമായിട്ട് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അടിപൊളി വണ്ടി അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ? ഇതിനോട് ആസ്ക് ചെയ്യണത് 1,60,000 കേട്ടോ. 160 അല്ലേ? ഇത് 1 lakh ലോൺ കൊടുക്കാം. മാക്സിമം കയറും. അതെ. ഓ, 160 എന്തായാലും 1 ലക്ഷം ലോൺ കയറും. 10-60,000 ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഈക്കോ ഉണ്ടാവും അല്ലേ? അത് സിംഗിൾ ഓണർഷിപ്പ്. ഇതിന് കമ്പനി എടുത്തിട്ടില്ല കേട്ടോ. എടുത്തിട്ടില്ല. പിന്നെ ചെക്ക് ചെയ്തെടുക്കാം അല്ലേ? ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും? 12 ലോണ്ടർ. എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ അല്ലേ? ഓക്കെ. അതേമാതിരി അടുത്ത് സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഇത് 2008 മോഡലാണ്. 8 മോഡൽ ഡിസയർ. പേപ്പർ എത്ര ഉണ്ട്? VDA ആണ്. 28 പുതിയ പേപ്പർ ഉണ്ടാവും. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ല. ഫുൾ പക്ക വണ്ടി അല്ലേ? കിലോമീറ്റർ ആരൊക്കെയാണ്? കിലോമീറ്റർ 1 സംതിങ് ഓടിയിട്ടുണ്ട്. 110-120 ഓടിയിട്ടുണ്ട്. ഓടിയുണ്ട്. ഓണർഷിപ്പിന് ആരും 5th ആണ്. 5ാമത്തെ. വേറെ മെക്കാനിക്കൽ ഫിറ്റ് ആണ്. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എല്ലാം ഉഷാറാണ്. അടിപൊളിയാണോ? നമുക്കൊരു 1.90 കൊടുക്കാം. 1,90,000 8 മോള് ഫുൾ പേപ്പർ. 5 വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലോ? 1 lakh ഫിനാൻസ് കൊടുക്കാം. 1 lakh കൊടുക്കാം. ഒരു 19 വണ്ടി ഇറക്കല്ലേ? കൊടുക്കാം. ബാങ്ക് ലോൺ അല്ലല്ലോ? സേട്ടല്ലേ? ശ്രീരാം. ശ്രീരാം എന്തായാലും ബാങ്ക് ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? ഡീസലാ മാത്രം മൈലേജ് കിട്ടും? 18 രൂപ കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാനല്ലേ? അതേമാതിരി അടുത്ത വണ്ടി ടാറ്റന്റെ മൻസ. അതും ബ്ലാക്ക് കളർ അല്ലേ? അടുത്തൊരു 5-6 വണ്ടി ഉണ്ട് കേട്ടോ. 5-6 മൻസ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്. അലവിലൊക്കെ ചെയ്ത വണ്ടി അല്ലേ? ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ? 2010 ആണ്. നമ്മളുള്ള വണ്ടിയൊക്കെ 10 മോഡൽ തന്നെയാണ്. ഇത് 2010 ഡീസലാണ്. ഫുൾ ഓപ്ഷൻ ഔറ അലവിലെല്ലാം അടിപൊളി ചെയ്ത അടിപൊളി അലവില്. ആൻഡ്രോയിഡ് സെറ്റ്, റിവേഴ്സ് ക്യാമറ, സെൻട്രൽ ലോക്ക്, റിമോട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. സെറ്റ് വണ്ടിയില്ല. അതും സടാ വണ്ടി ആണ്. പക്ക കൂളിങ്ങോ. ഓ, കമ്പിളി പോപ്പും കൊണ്ടാണ് കേറിയാ മതി. പെരുന്താണ് പേരും. കാര്യങ്ങളൊന്നും കേറിയില്ല. ബ്ലാക്ക് കളറാണ്. നല്ല ചൊറുക്കുള്ള കളറാണല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? ഇതിന് ചോദിക്കുന്നത് 1.30.
ഒന്നാമപ്പിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കും, ആദ്യം മാറ്റി വരുത്തി കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ കേട്ടോ, ലോൺ കിട്ടൂല. റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം അല്ലേ? സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,30,000 സിംഗിൾ ഓണർഷിപ്പ് മനസ്സിലാക്കി കൊടുക്കാം. സടാ വണ്ടി കൊടുക്കാം, ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ? എന്നാ ഡീസൽ എത്ര മൈലേജ് അങ്ങനെയാണെങ്കിൽ 18-20 സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ അല്ലേ, ക്വാർട്ടർ എഞ്ചിൻ. എന്തായാലും മൈലേജ് ഉണ്ടാവും, അലവിലൊക്കെ ചെയ്ത വണ്ടി അല്ലേ? അതെ. ഓക്കെ. അടുത്ത വണ്ടി ഫോർഡിന്റെ ഫിയസ്റ്റ 2007 മോഡൽ. 7 മോഡൽ 8 രജിസ്ട്രേഷൻ പിന്നെ ഫോർഡ് ഫിയസ്റ്റ സടാ വണ്ടി അല്ലേ? പേപ്പർ എത്ര വേണ്ടതല്ലേ? പേപ്പർ പുതിയ പേപ്പർ, 22 പേപ്പർ. എല്ലാപ്പും ക്ലിയറാ? ഓ, ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നല്ല വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് 1.25. 1.25. ഓണർഷിപ്പ് എത്ര ആയിക്കോണല്ലേ? ഓണർഷിപ്പ് തേർഡ്. വേറെ റീപ്ലേസ് മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് അല്ലാതെ വേറെ മേജർ ആയിട്ടൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ? ചോദിക്കുന്നത് 1.25 കേട്ടോ. 1.25 എന്തായാലും കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റങ്ങളുണ്ടോ? ലോണ് കാര്യങ്ങളൊക്കെയാണ്? ലോൺ കിട്ടൂല. റെഡി കായ്ക്ക് നമുക്ക് 1,25,000 റുപ്യക്ക് സടാ വണ്ടി ഇറക്കാം അല്ലേ? ഫോർഡിന്റെ ഫിയസ്റ്റ. ഇതിപ്പോ ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടുന്നല്ലേ? 20 കിട്ടും. 20 എന്തായാലും കിട്ടും. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ? ഒറിജിനൽ കേരള അല്ലെ? മലപ്പുറത്തേക്ക് ഫോറാക്കി വണ്ടിയാണല്ലോ അല്ലേ? അതേമാതിരി തന്നെ വീണ്ടും ഒരു മനസ്സിലാണല്ലോ അല്ലേ? ഇൻഡിക്കോ ആണല്ലേ? ഓക്കെ. ഞാൻ ഡിലേണ്ട്. ഇത് 2011 മോഡൽ. 11 മോഡൽ ഇൻഡിക്കോ ആണ്. നമുക്ക് 85,000 കൊടുക്കട്ടോ. വെറും 85,000 റുപ്യക്ക് 11 മോഡൽ ഇൻഡിക്കോ കൊടുക്കാം. മോഡൽ ഉണ്ടല്ലോ അല്ലേ? ഫുൾ ഓപ്ഷൻ ആട്ടോ. ഫുൾ ഓപ്ഷൻ ആണ്. റീപ്ലേസ് കാര്യം വന്നിട്ടതിന് ഒന്നുമില്ല, പുതിയ ഇൻഷുറൻസ് കൊടുക്കാം. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല, നിലവിലൊന്നുമില്ല കേട്ടോ. ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ? അതെ. ഇത് ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഇതിന് 20 കിട്ടും. 20 ലെവൽ എന്തായാലും ഡീസലിന് മൈലേജ് കിട്ടുമല്ലോ അല്ലേ? എടുക്കുന്നതൊക്കെ എണ്ണടിച്ച് ഓടിയാൽ മതി അല്ലേ? പേപ്പർ കാര്യങ്ങളായിട്ടില്ലല്ലോ? പേപ്പർ 26 ഉണ്ടാവും. എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ ഇനി വേറെ പണികളൊന്നും ഇല്ല, ഇഞ്ചിന് മെക്കാനിക് ഉഷാറാണല്ലോ അല്ലേ? ഓക്കെ. അതേമാതിരി തന്നെ വീണ്ടും മൻസ ഇത് 2010 മോഡൽ തന്നെയാണ്. ഇത് നമുക്ക് 1.10 കൊടുക്കാം. 2010 മോഡൽ 1.10 കൊടുക്കാം. 1,10,000 റുപ്യക്ക് 10 മോഡൽ കൊടുക്കാം. പേപ്പറൊക്കെ ആയിക്കോണോ? പേപ്പർ 25 ഉണ്ടാവും. ഉണ്ടല്ലോ അല്ലേ? പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? ഇത് 84,000. 85,000 കിലോമീറ്റർ. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 5th. നിലവിലുള്ള അല്ലേ? റീപ്ലേസ് ഉണ്ടെന്നാലും അങ്ങനെയാണെങ്കിൽ ഗ്ലാസ് ഉണ്ട് കേട്ടോ. മെയിൻ ഗ്ലാസ് മാറിക്കണോ? വേറെ ബോണറ്റ് അങ്ങനെ ആക്സിഡന്റ് ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇഞ്ചിന് മെക്കാനിക് ഉഷാറല്ലേ? നല്ല കൂളിംഗ് ആണ് കേട്ടോ. അടിപൊളിയാ. ഫുൾ ഓപ്ഷൻ ആണ്, അവറാണ് കേട്ടോ. ഫുൾ ഓപ്ഷൻ അവറാണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം? 1.10. 1.10. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ? ചെറിയ മാറ്റം ഉണ്ടാവും. ഓക്കെ. റെഡി ആയിക്കാൻ ഇറക്കാൻ പറ്റുള്ളൂ. അതെ. ഇത് ഡീസലാകുമ്പോ എത്ര? 18-20 മൈലേജ്. എന്തായാലും മൈലേജ് കിട്ടുന്ന ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതേമാതിരി തന്നെ വീണ്ടും മൻസ തന്നെയാണ്. 2013 മോഡൽ പെട്രോൾ. 13 പെട്രോൾ ആണ്. എയർ ബാഗ് ഉള്ള മൻസ കേട്ടോ. എയർ ബാഗ് ഓ, എയർ ബാഗ് അന്നുണ്ടല്ലേ? നമുക്ക് ഇടയ്ക്ക് കിട്ടലുള്ളൂ. ഇതൊക്കെ റയർ ആയിട്ട് മുതലാണ് അല്ലേ? പെട്രോൾ ആണോ? പെട്രോൾ ആണ്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 76,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് കൊടുത്തോട്ടോ. ഫസ്റ്റ് ക്ലാസ് അല്ലല്ലോ, തേർഡ് പാർട്ടി നമുക്ക് എടുത്തു കൊടുക്കാം. 1.60 കൊടുക്കട്ടത്. 1,60,000 റുപ്യക്ക് പെട്രോൾ, അതും എയർ ബാഗ് വരുന്നുണ്ടല്ലേ? ഇതിന്മേ റീപ്ലേസ് ചെയ്യണല്ലേ? ഒരു പരിപാടി ഇല്ല, അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ? ലോൺ കയറുന്നാല് ഇല്ലല്ലേ? സ്റ്റാർട്ടിന് വണ്ടി ആയതുകൊണ്ട് ലോൺ കയറൂല. വേറെ എടുക്കുന്നതൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി വണ്ടി എടുക്കാല്ലേ? പെട്രോൾ വണ്ടി ആകുമ്പോ എത്ര മൈലേജ് ഏകദേശം? 14 അല്ല എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ? ഓക്കെ. അതേമാതിരി അടുത്ത വണ്ടി ഹുണ്ടായിന്റെ പറഞ്ഞ വീണ്ടും ഒരു സെഡാൻ വണ്ടി. 2009 മോഡല്. 2029 ടാക്സ് പുതിയപ്പോൾ ചെയ്തിട്ടുണ്ട്. 29 എല്ലാ പേപ്പറും ക്ലിയർ ആണ്. 2029 റിന്യൂവൽ നമുക്ക് എടുത്തിട്ട് 1.20 ഫൈൻ കൊടുക്കട്ടോ. റിന്യൂവൽ എടുത്തിട്ട് ആണ് കൊടുക്കുക. 1,20,000 റുപ്യക്ക്. ഫുൾ ഓപ്ഷൻ വണ്ടിയാക്കാം അല്ലേ? അതെ. കിലോമീറ്റർ വരെ പറഞ്ഞാല് കിലോമീറ്റർ ഇത് 1.10. 1.10 ഓടിക്കണ്ടേ? ഓണർഷിപ്പ് 83,000 കിലോമീറ്റർ. 89,000 കിലോമീറ്റർ. 83,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്ര? മൂന്നാമത്തെ. ഇല്ലല്ലേ? നിങ്ങൾ റീപ്ലേസ് ഉണ്ടെന്നാല് ഒരു പരിപാടി ഇല്ല. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല കേട്ടോ. ഒക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ? എത്ര ചോദിക്കണ? ഇതിന് 1.20 പുതിയ പേപ്പർ ക്ലിയർ ആക്കി കൊടുക്കാം. 1.20 എല്ലാ പേപ്പറും ക്ലിയർ ആക്കിട്ട് കൊടുക്കും. അതെ. ഇതിപ്പോ ഡീസൽ ആകുമ്പോ മൈലേജ് കിട്ടും. ഇതിന് 18 രൂപ കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. ഇതിപ്പോ ലോൺ കയറൂലല്ലോ? ലോൺ കിട്ടില്ല. റെഡി പൈസ ഒക്കെ അല്ലേ മെയിൻ ആയിട്ട് ഇറങ്ങുള്ളൂ. ഓക്കെ. അതേമാതിരി 2 ഹോണ്ട സിറ്റികളുണ്ട് അല്ലേ? ഇത് 2008 മോഡലാണ്. മറ്റേത് 2007 മോഡൽ. 7 മോഡലാണ് അല്ലേ? ഇത് 2007 കേട്ടോ. 2007? 2008. 2008 ആ വ്യത്യാസമാണല്ലോ അല്ലേ? അപ്പൊ 7 ആണ് മോഡൽ തന്നെ.
പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർ വണ്ടി 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുണ്ട്. തട്ടുമുട്ട റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 2,20,000 കൊടുക്കാം. 2,20,000 രൂപയ്ക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് കൊടുക്കാം. ഓക്കെ, ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ? വണ്ടി. ഓക്കെ, അതേപോലെ 2008 ആണ്. നമുക്കൊരു 1,60,000 കൊടുക്കാം. 1,60,000 രൂപയ്ക്ക് ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് കൊടുക്കാം അല്ലേ? എല്ലാം പേപ്പർ ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അല്ലേ? അടുത്ത വണ്ടി നല്ല അടിപൊളി ഡസ്റ്റർ XUV അല്ലേ? എങ്ങനെ ഡിലേണ്ട്? 2012 മോഡല് 110 ആണ്. 12 മോഡൽ 110 ആണ്. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ ഇത് 1,46 ഓടിയിട്ടുണ്ട്. മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. മൂന്നാമത്തെ ഓണർഷിപ്പിൽ റീപ്ലേസ് ചെയ്തല്ല, അടിപൊളി വണ്ടി അല്ലേ? അതെ, ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അല്ലേ? വേറെ റീപ്ലേസ് കാര്യമൊന്നുമില്ല. എത്ര ചോദിക്കണമെന്നാല്? ചോദിക്കണത് 3,30,000. 3,30,000 കുറച്ച് കൊടുക്കൂലേ? അത് 2 രൂപ വരെ ഫിനാൻസ് കൊടുക്കട്ടോ. 2 ലക്ഷം ലോൺ കയറും. എന്തായാലും ഒരു 10,000 നമുക്ക് ഡസ്റ്റർ ഇറക്കാം. ഡീസൽ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? ഇതിന് 18 കിട്ടും. 4 കൊല്ലം മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ അല്ലേ? ഓക്കെ, അതേമാർക്ക് തന്നെ ഷവർലെറ്റിന്റെ എൻജോയ് അത് 7 സീറ്റ് വണ്ടി അല്ലേ? 2 വണ്ടിന്റെ എൻജോയ്. ഇത് 13 നമുക്ക് 2,10 മറ്റേ 2,30 കൊടുക്കട്ടോ. 2,10 2,30 2 വണ്ടി ഉണ്ട്. അപ്പൊ ഇതിന് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? ഇത് 1,45 ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡോ? തേർഡ് ആണ് ഓണർഷിപ്പ് ഉണ്ട് അല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ അല്ലേ? 18 മൈലേജും കിട്ടും. 18 മൈലേജ് കിട്ടും. സെൻട്രലൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാം നല്ല അടിപൊളി വണ്ടിയാണ്. എത്ര 2,10 അതിലെന്തായാലും കുറവുണ്ടാവുന്ന ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ. ലോണ് കയറുമ്പോ ലോൺ കിട്ടൂല. റെഡി ആക്കി വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ അല്ലേ? വേറെ പണി കാര്യങ്ങളൊന്നും. ഡീസൽ എത്ര മൈലേജ് കിട്ടും? 18 കിട്ടും. ആ ലെവലില് കിട്ടും. 5001 നമ്പർ ഉണ്ട് അല്ലേ? അടുത്ത വണ്ടി ഇത് 2015 മോഡൽ ഓടിച്ച്. 15 മോഡൽ ലോഡ്ജ് ആണ് അല്ലേ? ബ്ലാക്ക് കളറാണ്. ഇത് 7 സീറ്റ് വണ്ടി അല്ലേ? 8 സീറ്റ് വണ്ടി വരുന്നില്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1,15 മൂന്നാമത്തെ ഓണർഷിപ്പ്. 1,15 മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അല്ലേ? റീപ്ലേസ് ചെയ്യണമെന്നാല്? ഇല്ല, ഒന്നുമില്ല കേട്ടോ. ആ പരിപാടികളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടികളൊന്നും ചോദിക്കണ്ടേ? ഇതിന് 3,90. 3,90? പിന്നെ സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ? 85 ആണ്. 85 ആണല്ലേ? മൈലേജ് ഉണ്ടാവും. 8 സീറ്റാണ് വരുന്നത്. 3,90 കഴിക്കണ പറഞ്ഞേ? അതെ. എന്തായാലും കുറെ ഉണ്ടാവുമല്ലോ അല്ലേ? 2 രൂപ ഫിനാൻസും കൊടുക്കാം. മാക്സിമം കയറി ചെയ്യൂ. ഉറുപ്പ്യ വണ്ടി വരും. ഉറുപ്പ്യന്റെ അടുത്ത ലെവലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വണ്ടി ഇറക്കാം. 18 ലെവലിൽ എന്തായാലും ഡീസലും മൈലേജും കിട്ടും. 8 വണ്ടി അല്ലേ? ഓക്കെ, അതേപോലെ അടുത്ത വണ്ടി ഒമ്നി ആണല്ലേ? 2007 മോഡലാണ്. 27 പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ക്ലിയർ ഉള്ള വണ്ടി അല്ലേ? അത് 2011 ഫാൻസി നമ്പർ ഉണ്ട് അല്ലേ? അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1,48 ഓടിയിട്ടുണ്ട്. 4ാമത്തെ ഓണർഷിപ്പോ? മൂന്നാമത്തെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ. കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? ഇതിന് ചോദിക്കുന്നത് 80 റുപ്യാണ്. 80,000 റുപ്യക്ക് 5 സീറ്റ് ഒന്നില്ലേ? ഇനിയിപ്പോ 8 സീറ്റ് ആക്കണേ ഞാൻ ആക്കും ചെയ്യാം. വേറെ പണി മാറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇപ്പൊ എത്തിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് ക്ലിയർ ആക്കിട്ട് വണ്ടി എടുത്ത് തരുമല്ലോ അല്ലേ? പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യല്ലോ? ഒന്നുമില്ല. ഫുള്ള് പക്ക ക്ലിയർ ആക്കി വണ്ടി അല്ലേ? എത്ര കണ്ടേ? 80 റുപ്യ. 80 റുപ്യക്ക് ഒന്നി 5 സീറ്റ് കൊടുക്കുക. പെട്രോൾ ആകുമ്പോൾ മൈലേജ് എത്ര കിട്ടും? അതിനൊരു 12-13 കിട്ടും. ആ ലെവലിൽ നമുക്ക് എന്തായാലും മൈലേജിന് ആരും പറഞ്ഞു ചെയ്യല്ലോ അല്ലേ? അടുത്ത വണ്ടി സുമോ ഗ്രാൻഡ് ആണല്ലോ? 2011 മോഡല്. 11 മോഡല് സുമോ ഗ്രാൻഡ് ആണ് കിടക്കുന്നത് അല്ലേ? പേപ്പർ എത്ര ഉണ്ട്? 76 ഉണ്ടോ? എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ? 4ാമത്തെ ഓണർഷിപ്പ്. 1 ചില്ലറ ഓടിയിട്ടുണ്ട്. 1 ചില്ലറ ഓടിയെങ്കിൽ 3ാമത്തെ ഓണർഷിപ്പോ? വേറെ റീപ്ലേസ് ഉണ്ടെന്നാല്? മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങള് പരിപാടികളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണെന്നാല്? ആസ്ക് ചെയ്യണത് 1.5 കേട്ടോ. 1.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. അതെന്തായാലും കുറച്ചിട്ടാണ് കൊടുക്കും. മാറ്റം. ലോണ് കാര്യങ്ങളൊക്കെയാണ്? ലോൺ കിട്ടൂല. റെഡി ആയിക്കാൻ നമുക്ക് 1.5 ലക്ഷം റുപ്യക്ക് 8 സീറ്റ് നല്ല അടിപൊളി സുമോ ഗ്രാൻഡ് ഇറക്കാലല്ലേ? എടുക്കുന്നത് വേറെ പണി കാര്യങ്ങളൊന്നും ചെല്ലോ? നിലവിലൊന്നുമില്ല. കരിമ്പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അരവീലൊക്കെ ഓൾറെഡി കമ്പനി വരുന്നതല്ലേ? ഇത് ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും? 12 ആ ലെവൽ എന്തായാലും മൈലേജും കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി പിന്നെ വീണ്ടും എൻജോയില്ലേ? ഇത് 13 നേരത്തെ പറഞ്ഞ 2.30 വണ്ടി കേട്ടോ. 2.30 എൻജോയിന് കിടക്കുന്നുണ്ട്. അത് 8 സീറ്റ് വണ്ടി അല്ലേ? അതാ 7 സീറ്റാ? 8 സീറ്റ് തന്നെ. 3ാമത്തെ ഓണർഷിപ്പ്. 1.11 ഓടിയിട്ടുണ്ട്. ടയർ കാര്യങ്ങളൊക്കെ ഫില്ലാണ്. എല്ലാം ക്ലിയർ ആണല്ലേ? എത്ര വണ്ടികൾ ചോദിക്കണ്ട്? 2.30 അല്ലേ? ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ? വേറെ റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിലൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ? ഇതിപ്പോ ലോണ് കയറുന്നാല്? ലോൺ കിട്ടൂല. കയറൂല. റെഡി ആയിക്ക് നമുക്ക് വണ്ടി ഇറക്കാമല്ലോ അല്ലേ?
എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എണ്ണ അടിച്ച് ഓടിയാൽ മതി. അതെ. ഡീസലാകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? 18 കിട്ടും കേട്ടോ. ആ ലെവലിൽ മൈലേജും കിട്ടുമല്ലോ അല്ലേ? ഫുൾ പക്ക 8 സീറ്റ് വണ്ടിയാണ്. 18 ലെവലിൽ മൈലേജ് ഉണ്ട് ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി ടാറ്റന്റെ ഇൻഡിക. ഇത് 2009 മോഡലാട്ടോ. 9 മോഡൽ ഇൻഡിക്ക ആണ് അല്ലേ? അതെ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1.45. 1.41 45 ഓടിക്കുന്നുണ്ട് അല്ലേ? ഓണർഷിപ്പിന്റെ കാര്യമാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കേട്ടോ. നിലവിലുള്ള അല്ലേ? പേപ്പർ കുറച്ചുകൂടെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പേപ്പർ എടുത്ത് കൊടുക്കാം. 70 റുപ്യക്ക് പേപ്പർ എടുത്ത് കൊടുക്കാം കേട്ടോ. 70,000 റുപ്യക്ക് ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് ആണ് കൊടുക്കും. നിലവിൽ പേപ്പർ വർക്കിംഗ് ആണ്. നല്ല വർക്കിംഗ് ആണ്. നല്ല വർക്കിംഗ് ആണ്. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ? ഓടിക്കാൻ കുഴപ്പമില്ല വണ്ടി. എല്ലാം കൂടി ഉഷാറാണ്. ഒരു ചെറിയ വണ്ടി, പക്ഷെ ടാറ്റന്റെ വണ്ടി നല്ല പവർ ഉണ്ടാവും അല്ലേ? 70,000 റുപ്യ ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും. എത്ര മൈലേജ് ഉണ്ടാവും? 18 രൂപ കിട്ടും. 18 രൂപ ലെവലില് മൈലേജും കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും ഒരു ഒമ്നി, ബാക്കിലെ കർട്ടനൊക്കെ ഉള്ള ഒരു വണ്ടി അല്ലേ? ഇത് 2008 മോഡൽ വണ്ടിയാണ്. നമ്മൾ പുതിയ പേപ്പർ, പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് 90 റുപ്യ കൊടുക്കാം കേട്ടോ. 90,000 റുപ്യക്ക് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി അല്ലേ? ടാക്സും റിന്യൂവൽ ഇൻഷുറൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്താണ്. ഫുള്ള് പക്ക വണ്ടി അല്ലേ? ഇതിപ്പോ പാച്ച് വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അടി പ്ലാറ്റ്ഫോം പൊളി അങ്ങനത്തെ പരിപാടികൾ ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല, ഫുൾ ക്ലിയർ ആക്കി ഉണ്ടാവും അല്ലേ? 90,000 റുപ്യക്ക് നമുക്ക് അടിപൊളിയാക്കി കൊടുക്കാം. നല്ല അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി അല്ലേ? ഫ്ലാറ്റ് ക്ലിയർ ആക്കി ഫുള്ള് വെക്കണ, ഫുള്ള് കട്ടന് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ? 5 സീറ്റ് വണ്ടി അല്ലേ? 90,000 റുപ്യക്ക്. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇത് 13 13 കിലോമീറ്റർ എന്തായാലും പെട്രോൾ മൈലേജ് കിട്ടും. വേറെ പണികളൊന്നും ഇല്ല, എല്ലാം കൊണ്ട് ഉഷാറാണ്. ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി 90,000 റുപ്യക്ക് അല്ലേ? ഓക്കെ. അതേമാതിരി ഷവർലിന്റെ ടവേര ഉള്ളത് 2009 മോഡലാണ്. 8 മോഡൽ കേട്ടോ. 8 മോഡല് 9 രജിസ്ട്രേഷനുള്ള ടവേര. ഇത് നമുക്ക് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം കേട്ടോ. ഫുൾ പേപ്പർ എടുത്ത് ക്ലിയർ ആക്കിയാണ് കൊടുക്കുക. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്? കിലോമീറ്റർ ഇത് 1 ചില്ലറ ഓടിക്കണം. 1.40 ഓടിയിട്ടുണ്ട്. ആ ലെവലാണ് ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പിന് കാര്യം? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഇല്ല? ഒന്നുമില്ല. സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ? സീറ്റുകാർ, റൂഫ് കാര്യങ്ങളൊക്കെ ചെയ്താട്ടോ. എല്ലാം ചെയ്തല്ല അടിപൊളിയൊക്കെ മാരക ലുക്ക് വണ്ടിയൊക്കെയാണല്ലോ അല്ലേ? അത് 8 സീറ്റ് വണ്ടി വരുന്നില്ലേ? 7 സീറ്റോ? 8 സീറ്റ് വരുന്നില്ലേ? എല്ലാം കൂടി ഉഷാറ് വണ്ടി. എത്ര കൊടുക്ക? 2 റുപ്യ കൊടുക്കട്ടോ. 2 ലക്ഷം റുപ്യക്ക് ടവേര, അത് 8 സീറ്റ് വണ്ടി കൊടുക്കുക. ഡീസൽ എന്തായാലും ഒരു 18 കിട്ടുമോ? മൈലേജ് കിട്ടും. 18 ലെവൽ എന്തായാലും മൈലേജ് കിട്ടും നേരായിട്ട് പറയാം. അടുത്ത വണ്ടി പിന്നെ സ്കോർപിയോ 2005 മോഡലാണ്. 25 ഡിസംബർ പേപ്പേഴ്സ് ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടി. കിലോമീറ്റർ ആരും പറയാൻ പറ്റുമോ? കിലോമീറ്റർ 1.11 ഓടിയുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് 3ാമത്തെ കേട്ടോ. നിലവിലുള്ള അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒരു പരിപാടികളൊന്നും ഇല്ലല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? ഇതിന് ചോദിക്കുന്നത് 1.5 കേട്ടോ. 1.5 ലക്ഷമാണ് ചോദിക്കേണ്ടത്. അത് കുറച്ച് കൊടുക്കും. ആദ്യം മാറ്റി വെച്ചു. ലോണൊക്കെ എത്ര കയറുമ്പോ? ലോൺ കിട്ടൂല. 2005 ഓക്കെ. പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് ആണ് കൊടുക്കും. 1.5 ലക്ഷം റുപ്യക്ക്. കരിമ്പത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ട്. എല്ലാം കൊണ്ട് ഉഷാർ വണ്ടി. ഡീസൽ എത്ര മൈലേജ് കിട്ടും? അതൊരു 12 ആ ലെവലിൽ മൈലേജ് കിട്ടും അല്ലേ? അടുത്ത വണ്ടി XUV 500 അല്ലേ? അതും വൈറ്റ് കളറാണ്. ഓഫർ വരെ കൊടുക്കുവോ? ഒറിജിനൽ കേരള വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ കേട്ടോ. ഏറ്റവും ഫുൾ ഓട് ഒറിജിനൽ കേരള ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വണ്ടി 2012 തന്നെ റീ വണ്ടിയാണ്. 4.30 ഒറിജിനൽ കേരള വണ്ടി 4.5. 4 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. 20,000 വരുന്നുള്ളൂ അല്ലേ? W8 ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുള്ള് പക്ക വണ്ടി അല്ലേ? കിലോമീറ്റർ കാര്യങ്ങൾ എത്ര പറയാൻ പറ്റുമോ? കിലോമീറ്റർ 83,000 കിലോമീറ്റർ. 4th ഓണർഷിപ്പ്. ഓടിക്കണ്ട 4ാമത്തെ ഓണർഷിപ്പ്. ഓ, റീപ്ലേസ് മാത്രം ചെറിയൊരു എല്ലാത്തിനും പ്രശ്നമാണ്. പുതിയ സീറ്റർ ഡൽഹി സീറ്റർ പൈസ കുറച്ച് കേട്ടോ. അങ്ങനെയുണ്ടോ? ഒന്ന് പുതിയ സീറ്റർ റിട്ടേൺ തരും, അല്ലെങ്കിൽ അതിനുള്ള പൈസ കുറച്ചിട്ടാണ് തരും അല്ലേ? എങ്ങനെ നമ്മൾ ചെയ്താൽ കൊടുക്കും? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 7 സീറ്റ് വണ്ടി അല്ലേ? ഒരു 12 കിലോമീറ്റർ മൈലേജും കിട്ടും കേട്ടോ. ഇതിന് മൈലേജ് കിട്ടും. 3 റുപ്യ വരെ ഫിനാൻസും കൊടുക്കാം. 3 ലക്ഷം വരെ ലോണും കയറും. 1 ലക്ഷം ആണോ? 1 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി XUV 500 നമുക്ക് ഇറക്കാം. അത് നോക്കി KL1 കേട്ടോ. അതും തിരുവനന്തപുരം. KL1 തിരുവനന്തപുരം 2060 ഫാൻസി നമ്പർ എന്നില്ല. ഫുൾ പക്ക ക്ലിയർ വണ്ടില്ലേ? വണ്ടി വീണ്ടും ഒരു ടാറ്റന്റെ മൻസ വൈറ്റ് കളർ. 2010 നമുക്ക് 1.20 കൊടുക്കാം കേട്ടോ. 2010 മോഡൽ 1,10,000 റുപ്യക്കോ? 1.20. 1.20 കൊടുക്കാം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1 ചില്ലറ ഉണ്ട് പോന്നിട്ടുള്ള വണ്ടി. 1 ചില്ലറ ഓടിക്കും. ഓണർഷിപ്പ് സെക്കൻഡോ? ഓണർഷിപ്പ് 3ാമത്തെ. നിലവിലുള്ള അല്ലേ? റീപ്ലേസ് എന്ത് ചെയ്യണ്ടെന്നാല്? മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ? എല്ലാം കൊണ്ട് ഉഷാർ വണ്ടി. അതെ. ഇതിപ്പോ ലോൺ കയറില്ലല്ലോ? ലോൺ കിട്ടില്ല. റെഡി കഴിക്കാൻ നമുക്ക് വണ്ടി ഇറക്കാമല്ലോ അല്ലേ? അതെ. ഇത് ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? അതിന് 18 രൂപ കിട്ടും കേട്ടോ. 18 രൂപ എന്തായാലും മൈലേജ് കിട്ടും. 15 ഇഞ്ചിനായോണ്ട് അല്ലേ? അടുത്ത വണ്ടി നാനോ, നമ്മളെ ഈ വീഡിയോയിലെ ലാസ്റ്റത്തെ വണ്ടി അല്ലേ?
11 മോഡലാണ് 48 റുപ്യ കൊടുക്കും നമുക്ക്. 11 മോഡല് ഞാനോ 48,000 റുപ്യ. എല്ലാ വർക്കിംഗ് ഉള്ള പുതിയ സീറ്റ് വണ്ടി. ഫുള്ള് പക്ക ക്ലിയർ വണ്ടി. ടയറൊക്കെ 4 പുതിയ ടയറാണ്. കരിമ്പുത്തൻ ടയർ 4 ഇട്ടുക്കണോ. കിലോമീറ്റർ ഓടിക്കണ്ടേ? കിലോമീറ്റർ 83 കിലോമീറ്റർ. 83. മൂന്നാമത്തെ ഓണർ കേട്ടോ. മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ്. സീറ്ററൊക്കെ എല്ലാം അടിപൊളിയൊക്കെ ചെയ്ത വണ്ടി. വെറും 48,000 റുപ്യക്കല്ലേ? 11 മോളിൽ കൊടുക്ക. AC ഒക്കെ പെരുന്തണുപ്പാന്ന്. ഊട്ടിക്ക് പോയ മാതിരി അല്ലേ? അമ്മാര് തണുപ്പുള്ള 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും കേട്ടോ. 20 മേലെ 25 ലെവൽ എന്തായാലും മൈലേജ് കിട്ടും. അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലേ? ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാര്യം മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.